ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ അംഗൻവാടിയുടെ നിർമ്മാണം വിളയൂരിൽ പൂർത്തിയാവുന്നു. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ടും വിളയൂർ പഞ്ചായത്ത് അനുവദിച്ച പ്രത്യേക ഫണ്ടും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. 12 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി എംഎൽഎ അനുവദിച്ചത്. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് പട്ടാമ്പി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഭിന്നശേഷി സൗഹൃദ ഇൻക്ലൂസീവായി മാറ്റാനുള്ള പദ്ധതിക്ക് എംഎൽഎയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ടത്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ മാറ്റി നിർത്തേണ്ടവരല്ലെന്ന പൊതുബോധം സൃഷ്ടിക്കുക എന്നതും പദ്ധതിക്ക് പിന്നിലുണ്ട്. അംഗൻവാടിയിൽ നിന്ന് തന്നെ ഭിന്നശേഷി സാധ്യതയുള്ള കുട്ടികളെ കണ്ടെത്തുകയും ഇവർക്ക് ശാസ്ത്രീയ പരിശീലനത്തിലൂടെ മെച്ചപ്പെട്ട ബാല്യം ഉറപ്പാക്കുകയും മറ്റു കുട്ടികളോടൊപ്പം തന്നെ അവർക്കും അംഗൻവാടി വിദ്യാഭ്യാസം നൽകുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ അംഗൻവാടിയിൽ വെവ്വേറെ ക്ലാസ് മുറികൾ ഇവർക്കായി സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും ബാരിക്കേഡുകളില്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ച് വിദ്യാഭ്യാസ സൗകര്യം ലഭിക്കുന്ന രീതിയിലായിരിക്കും സെന്ററിന്റെ പ്രവർത്തനം. ഫിസിയോതെറാപ്പി അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാരും ഇത്തരം പദ്ധതികൾ നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നമ്മുടെ അംഗൻവാടികളും ഭിന്നശേഷി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഭിന്നശേഷി അംഗൻവാടി, സ്പെഷ്യൽ അംഗൻവാടികൾ നമ്മുടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ഭിന്നശേഷി അംഗൻവാടി നമ്മുടെ വിളയൂർ പഞ്ചായത്തിൽ ആരംഭിക്കുകയാണ്. MLA ഫണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടും തൊഴിലുറപ്പ് പദ്ധതിയിലും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ICDSൻ്റെ നേതൃത്വത്തിൽ വളരെ മികച്ച രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ഭിന്നശേഷി അംഗൻവാടി യാഥാർത്ഥ്യമാക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, വൈസ് പ്രസിഡന്റ് നൌഫൽ, വാർഡ് മെമ്പർ രാജി മണികണ്ഠൻ, മുരളി, മണികണ്ഠൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. UTV ന്യൂസ്, പാലക്കാട്.